Hello friends, welcome to SAT, Centers Tuition Center Madathumbadi and Puthumelekara. Please subscribe to our YouTube channel for new updated videos and also visit centerstution.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള SSLC Maths Chapter 5 Trigonometry. അതിനകത്ത് Part 5 Textbook Exercise 5.1 Question number 2. ഇത്രയും വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരു ലൈക്ക് പോലും തരാത്ത വ്യക്തികളുണ്ട് ഇതിനകത്ത്. So please like. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോ കാര്യം please like and share. നമുക്ക് കിട്ടുന്ന വ്യൂസ് അനുസരിച്ചാണ് നമ്മൾ പിന്നീടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയുള്ളൂ. Okay? Question number 2. A rectangular board is to be cut along the diagonal and the pieces rearranged to form an equilateral triangle. And the sides of the triangle must be 50 cm. What should be the length and breadth of the rectangle? അതായത് a rectangular board is to be cut along the diagonal. ഒരു rectangular ബ്ലോക്ക് നമ്മൾ ഇതാണ് rectangle ചതുരാകൃതിയിലുള്ളത് അതിന്റെ ഡയഗണൽ രണ്ട് മൂലകൾ തമ്മിൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തു. And the pieces rearranged. അപ്പോൾ ഇവിടെ ഒരു പീസ് ഉണ്ടാവുന്നു ഇവിടെ ഒരു പീസ് രണ്ട് പീസ് ഉണ്ട്. ഓക്കേ rearranged to form an equilateral triangle. What do you mean by equilateral? ഒരേ വശങ്ങൾ എല്ലാ വശങ്ങളായിട്ട് എല്ലാം തുല്യമായിട്ടുള്ള ഈ പിക്ചറിൽ കാണുന്ന പോലെ മൂന്ന് വശങ്ങളും തുല്യമായിട്ടുള്ള ഒരു ത്രികോണം നിർമ്മിക്കണം. ആൻഡ് സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ മസ്റ്റ് ബി 50 cm. ഈ സൈഡ് എത്ര ഉണ്ടാവണം? 50. ഇവിടെയും 50, ഇവിടെയും 50, ദെൻ ഇവിടെയും എന്താണ് 50. വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദി റെക്ടാങ്കിൾ? അങ്ങനെയാണെങ്കിൽ ഇത് ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ എടുത്തിരിക്കുന്ന ഈ ചതുരത്തിന്റെ വീതി എന്താണ്, നീളം എന്താണ്, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഒരു ചതുരപ്പലക വികരണത്തിലൂടെ മുറിച്ച് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ മാറ്റിയെടുക്കുകയും ഒരു സമഭുജ ത്രികോണം ഉണ്ടാക്കണം. കണ്ടോ, സമഭുജ ത്രികോണം എല്ലാ വശങ്ങളും തുല്യമായത്. ത്രികോണത്തിന്റെ വശങ്ങൾ 50 സെന്റിമീറ്ററും ആകണം. ഇതിന്റെ വശങ്ങൾ എത്ര വേണം? 50 വെച്ചുണ്ടാവണം. ചതുരത്തിന്റെ നീളവും വീതിയും എത്രയായിരിക്കും? നിങ്ങൾ എടുക്കേണ്ട ചതുരത്തിന്റെ നീളം എത്ര, വീതി എത്ര? ഓക്കെ, സോ ലിസൺ. നമ്മൾ മുറിച്ച് കഴിയുമ്പോൾ ഇവിടുന്ന് ഒരു കഷ്ണം കിട്ടും. കണ്ടോ, ക്ലിയർ? ഓക്കെ, ആ കഷ്ണങ്ങൾ മാറ്റി വെച്ചാലോ? കണ്ടോ, ഇങ്ങനെ ഒരു കഷ്ണം കിട്ടും. കണ്ടോ, അതായത് നമ്മൾ ഇവിടെ നിന്നും മുറിച്ചെടുക്കുന്ന കഷ്ണം, ക്ലിയർ, നമ്മൾ മാറ്റി ഇങ്ങോട്ട് വെക്കുമ്പോൾ ഈ വശം ആണ് ഇവിടെ വരുന്നത്. ക്ലിയർ? അത് 50 വേണം. ഓക്കെ, അപ്പോൾ ഇത് 50 ഉണ്ട്. ഓക്കെ, ക്ലിയർ? സോ ദിസ് ഈസ് 50 സെന്റിമീറ്റർ. അതുപോലെ ഇവിടെയും 50 സെന്റിമീറ്ററും ഇപ്പുറത്തും 50 സെന്റിമീറ്റർ ആണ്. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ക്ലിയർ? അപ്പോൾ ഇത് 50 ഉണ്ടെങ്കിൽ ഇത് പകുതി എത്ര ഉണ്ടാവും? 25 സെന്റിമീറ്റർ. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്കൊരു കാര്യം കിട്ടി. നമ്മുടെ ഈ ചതുരത്തിന്റെ വീതി 25 സെന്റിമീറ്റർ ആവാം. വീതി ഇനി കണ്ടുപിടിച്ച് കഷ്ടപ്പെടണ്ട. ഇതെത്രയാണ്? 50. കാരണം ഇതാണ് ഈ സൈഡിൽ വന്നിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഈ ത്രികോണം ഇങ്ങനെ കൺസിഡർ ചെയ്താൽ ഇതൊരു മട്ട ത്രികോണമാണ്. ഓക്കെ, ക്ലിയർ? ഇതാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇതോ, ഈ ഉണ്ടായിരിക്കുന്നത് ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്, സമഭുജ ത്രികോണം. ഒരു സമഭുജ ത്രികോണത്തിന്റെ പ്രത്യേകത എല്ലാ ആംഗിളും ഈക്വൽ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് 60 ഡിഗ്രി. അത് എത്ര ഡിഗ്രി ഉണ്ടാവുകയും ചെയ്യും? 60 ഡിഗ്രി വെച്ച് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, ഇതും 60 ഡിഗ്രി. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഇതിങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് മുറിക്കുന്നു. അപ്പോൾ ഇത് 90 ഡിഗ്രി ആണല്ലോ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് 60 ഡിഗ്രി. സോ ദിസ് വിൽ ബി 30 ഡിഗ്രി. എന്നെ സംശയമില്ലല്ലോ. ക്ലിയർ? ഓക്കെ, അപ്പോൾ 50 സെന്റിമീറ്റർ, 25 സെന്റിമീറ്റർ, 60 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി. കൺസിഡറിങ് ദിസ് ട്രയാങ്കിൾ, നമുക്ക് നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഈ വീതിയും നീളവും കണ്ടുപിടിക്കാനാണ് ചതുരത്തിന്റെ. അപ്പോൾ ഓൾറെഡി നമുക്ക് വീതി കിട്ടി. വീതി 25. കാരണം എന്താ, ടോട്ടൽ 50 ഉണ്ട്, അപ്പോൾ അതിന്റെ ഹാഫ് 25. വീതി നമുക്ക് കിട്ടി. ഓക്കെ, ആൻഡ് ദിസ് ആംഗിൾ ഈസ് 60 ഡിഗ്രി. അതും നമുക്കറിയാം. ആൻഡ് ദിസ് സൈഡ്, കാരണം ഈ മട്ടത്രികോണം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഹൈപ്പോട്ടിനിയസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 50. ഇത്രയും ഡാറ്റ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. ക്ലിയർ? സോ നമുക്ക് ഈ പൊക്കം അഥവാ ലെങ്ത് നമുക്ക് എക്സ് എന്ന് എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലിസൺ, ദിസ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ആൻഡ് ദിസ് വൺ ഈസ് 50. ഇത് എക്സ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഓപ്പോസിറ്റ് കിടക്കുന്ന വശം എടുക്കണം. എക്സ്. സൈൻ എത്ര എടുക്കും നിങ്ങൾ? സൈൻ 60 ഡിഗ്രി എടുക്കുക. സൈൻ 60 ഡിഗ്രി ഈക്വൽ ടു വാട്ട്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനിയസ്. ഹൈപ്പോട്ടിനിയസ് ആണ് എങ്ങനെ മനസ്സിലായി?
90 ഡിഗ്രിക്ക് നേരെ കിടക്കുന്ന വശം. ഓക്കെ, അപ്പോൾ sin 60 ഡിഗ്രി ടു എക്സ് ബൈ എത്രയാണ് 50. sin 60 ഡിഗ്രി എങ്ങനെ കണ്ടുപിടിക്കും? sin 60 ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് √3/2. സോ √3/2 is equal to x by 50. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് 50 into √3. ഓക്കെ, 2 into x 2x. അപ്പോൾ this is equal to 50 into √3 equal to 2 into x. ഓക്കെ, എക്സ് ഇവിടെ നിർത്തിയിട്ട് 2 ഇവിടെ ഇൻറ്റു ചെയ്തേക്കാണ്, ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ആവും. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ക്ലിയർ? സോ 250 get cancelled, 25 √3. Clear? So the answer is x is equal to 25 √3. So x ന്റെ വാല്യൂ എത്രയാണ്? 25 √3. അതായത് ലെങ്ത് 25 √3 സെന്റിമീറ്റർ. അതുപോലെ 25 സെന്റിമീറ്റർ നേരത്തെ കിട്ടിയിട്ടുണ്ടായി ബ്രെഡ്ത്ത്. സോ ബ്രെഡ്ത്ത് is equal to 25 സെന്റിമീറ്റർ. ക്ലിയർ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് and give your valuable comments. Thank you. Please subscribe to our YouTube channel for new updated videos. Thank you once again.